ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് സ്നാനം അഥവാ ബാപ്റ്റിസം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ദൈവം ഇടവരുത്തി. അതിന് ഉപോത്ബലകമായി മത്തായി സുവിശേഷം 28-ാം അധ്യായം 19 20 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19 ആൻഡ് 20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത്. തിരുവഴുത്തിൽ നാം പരിശോധിച്ചാൽ പുതിയ നിയമത്തിൽ പല സ്നാനങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി 3:5, 6, 11 വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ്റെ സ്നാനം അത് യഹൂദന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു. എന്നാൽ ക്രിസ്തീയ സ്നാനം അത് സാർവത്രികമാണ്, യഹൂദനും ജാതിക്കും ഉള്ളതാണ്. യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും എല്ലാവർക്കും ഉള്ളതാണ് ക്രിസ്തീയ സ്നാനം. വേറൊരു സ്നാനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പോസ്തലപ്രവൃത്തികൾ 1:5. അവിടെ നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിൻ്റെ മാർമിക ശരീരത്തിൻ്റെ രൂപീകരണം നടക്കുന്നതിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് പെന്തക്കോസ്ത് നാളിൽ നടന്നതായിട്ട് ചരിത്ര സംഭവമായിട്ട് നമ്മളത് വായിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ കാണുന്ന വേറൊരു സ്നാനമുണ്ട്. മത്തായി 3:11-12 തീ കൊണ്ടുള്ള സ്നാനം. തീ കൊണ്ടുള്ള സ്നാനം അത് വിശ്വാസികൾക്കുള്ളതല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നിൽ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ തീ കൊണ്ടുള്ള സ്നാനം വിശ്വാസികൾക്കുള്ളതല്ല, അത് അവിശ്വാസികൾക്കുള്ളതാണെന്നാണ് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ 60 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്നാനം എന്ന വാക്ക് ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്നാണ് കാണുന്നത്. ഈ ബാപ്റ്റിസോ എന്നുള്ള വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് സ്നാനം എന്നാണ്. അതിൻ്റെ അർത്ഥം മുങ്ങുക എന്നാണ്. യേശു സ്നാനമേറ്റയുടനെ വെള്ളത്തിൽ നിന്ന് കയറി, മത്തായി 3:16. അതുപോലെ പ്രവൃത്തികളുടെ പുസ്തകം 8:38 നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 3:23 യോഹന്നാൻ സ്നാപകൻ ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. There was much water there എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്നാനം ഏൽക്കുന്നത് വെള്ളത്തിൽ മുങ്ങി തന്നെ വേണം. സ്നാനമേൽക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. മത്തായി 28:19 നമ്മൾ വായിച്ചു കേട്ടല്ലോ,
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സകല ജാതികളെയും ശിഷ്യരാക്കണം. കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണത്. ആരാണ് സ്നാനപ്പെടേണ്ടത്? യേശു ദൈവപുത്രനും രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. ക്രിസ്തീയ സ്നാനം പരിശുദ്ധാത്മാ ദാനത്തോട് ബന്ധമുള്ളതാണ്. അതുപോലെ ക്രിസ്തീയ സ്നാനം സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. അത് കാലാന്ത്യം വരെ നിലനിൽക്കുന്നതാണ്. എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അതേ മാത്രയിൽ. നാം പ്രവൃത്തി പുസ്തകം 8:37 ഫിലിപ്പോസ് ഷണ്ണനോട് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനം കൈക്കൊള്ളുമ്പോൾ പ്രവൃത്തി 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്നാണ് നാം വായിക്കുന്നത്. സ്നാനം എന്തിനെയാണ് കാണിക്കുന്നത്? റോമാലേഖനം 3:6 അത് നമ്മൾ അതിനകത്ത് ഉത്തരം കാണുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അതിൻ്റെ 8 റോമർ 6:8 ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ ജീവിക്കുവാൻ. അതിൻ്റെ 4 ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനം ചെയ്യുവാൻ, ക്രിസ്തുവിനോട് നാം ഏകീഭവിക്കുവാനാണെന്ന് 5 വായിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ സ്നാനം എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 3:21 സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. അപ്പോൾ സ്നാനപ്പെടുന്നത് പാപക്ഷമയ്ക്ക് വേണ്ടിയല്ല, പാപം മോചിച്ച് കിട്ടുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ പാപക്കറ കഴുകിക്കളയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്, അഥവാ രക്തത്തിലുള്ള സാധ്യശക്തിയാലാണ്. അത് ജലസ്നാനത്താനല്ല പാപമോചനം നമുക്ക് ലഭിക്കുന്നത്. ഇനിയും സ്നാനം ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഞാൻ പറഞ്ഞതുപോലെ ഒരുവന് വീണ്ടും ജനനം അഥവാ രക്ഷ അവന് ലഭിക്കുന്നില്ല സ്നാനം മൂലം. നമുക്ക് വീണ്ടും ജനനം ലഭിക്കുന്നത്, രക്ഷ ലഭിക്കുന്നത് പത്രോസിൻ്റെ 1 ലേഖനം 23 പറയുമ്പോൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23. ഇവിടെ കെടാത്ത ബീജം അത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. യാക്കോബിന് 1:18 സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്, സ്നാനം ഒരുവനെ ശിഷ്യനാക്കുന്നില്ല. 3, സ്നാനം ഒരുവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല. 4, സ്നാനം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ പാപികൾക്ക് വേണ്ടി മരിച്ചു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് റോമർ 8:6 വായിക്കുന്നു. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു, നാമും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതാണ് സ്നാനകർമ്മം കാണിക്കുന്നത്. സ്നാനം മൂലം അത് സാക്ഷീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചെനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തത്രേ ജീവിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലശേഷം സ്നാനത്തിനും തിരുവത്താഴത്തിനും കൂദാശ അഥവാ സാക്രമെന്റം എന്ന ലാറ്റിൻ പദം ഉപയോഗിച്ചിരുന്നു. റോമാ സൈന്യത്തിൽ ഒരുവൻ ചേരുമ്പോൾ അവൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇന്നു മുതൽ
ഞാൻ കൈസറുടെ വകയാണ്, എന്തു വില കൊടുത്തും എല്ലാ കൽപ്പനയും ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നാണ് പ്രതിജ്ഞയെടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് സ്നാനപ്പെടണം എന്ന് കൽപ്പന നൽകിയത്. അത് കർത്താവ് അത് മാതൃക കാണിച്ചു. യോർദാൻ നദിയിൽ കർത്താവ് സ്നാനമേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരും അത് നിവർത്തിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിൽ നാം സ്നാനത്തിൻ്റെ ഉപദേശം കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട 3000 യഹൂദന്മാർ അവൻ്റെ വാക്ക് കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അവർ സ്നാനപ്പെട്ടു എന്ന് പ്രവൃത്തി പുസ്തകം 2:41 നമ്മൾ വായിക്കുന്നു. അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും സ്നാനപ്പെട്ട വസ്തുത നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:12 ശമര്യർ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 8:26 മുതൽ 38 വരെ നമ്മൾ വായിക്കുമ്പോൾ എത്യോപ്യൻ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും മേൽവിചാരകനും ഫിലിപ്പോസിനാൽ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 9:1 മുതൽ വായിക്കുമ്പോൾ തെർസോസിലെ ശൗൽ സ്നാനമേറ്റു. അത് അപ്പോസ്തലനായ പൗലോസാണ്. അതുപോലെ പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ശതാധിപനായ കൊർന്നല്യോസ് പത്രോസിനാൽ സ്നാനമേറ്റു. ഫിലിപ്പിയയിൽ ലുദിയായും കുടുംബവും സ്നാനമേറ്റു. കൊരിന്തിൽ അനേകർ കേട്ട് വിശ്വസിച്ചു സ്നാനമേറ്റു. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാനുള്ള കഴിവില്ല. അവർ സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം നിശ്ചയമായും പോകും. ഉദാഹരണമായിട്ട് ദാവീദിൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ ദാവീദ് പറഞ്ഞത്, അവൻ ഇനിയും എൻ്റെ അടുക്കൽ വരികയില്ല, ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും എന്നാണ് ദാവീദ് പറഞ്ഞത്. ഒരുവൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആന്തരികമായി നടക്കുന്ന ഒരു ക്രിയയാണ്. എന്നാൽ സ്നാനം പരസ്യമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. സ്നാനത്തെക്കുറിച്ച് ചിലർ തെറ്റായ ആശയം യോഹന്നാൻ 3:5 നമ്മളത് കാണുന്നു. തെറ്റായ ഒരാശയം ചിലരെ വെച്ച് പുലർത്തുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ സ്നാനമല്ല. കാരണം കർത്താവ് ഇവിടെ സ്നാനത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന കർത്താവ് നൽകിയത് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. വീണ്ടും ജനനം പ്രാപിക്കുവാനുള്ള ഉപാധി എന്ന് പറയുന്നത് ദൈവവചനമാണ്, വെള്ളമല്ല. നാം യോഹന്നാൻ 7:38-39 വായിക്കുമ്പോൾ ജീവജലത്തിൻ്റെ നദികൾ എന്ന് നമ്മൾ വായിക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 1:9 മുതൽ 11 വരെ വായിക്കുമ്പോൾ ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്നു. യോഹന്നാനാൽ സ്നാനം യോർദാനിൽ ഏറ്റു. കർത്താവ് ഏതൊരു മഹാനിയോഗത്തിനായി വന്നുവോ അതിനായുള്ള സമർപ്പണമായിരുന്നു അവൻ്റെ സ്നാനം. മറ്റുള്ളവരെ പോലെ പാപം ഏറ്റുപറയുവാൻ കർത്താവിൽ പാപമില്ലായിരുന്നു. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പാപികളോട് താൻ താതാത്മ്യപ്പെട്ടു എന്ന് നമ്മൾക്കറിയാം. മരണത്തിൽ നമ്മുടെ കർത്താവ് പാപിയുടെ സ്ഥാനം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരുവൻ സ്നാനപ്പെടുന്നത് പരസ്യമായി തന്നെ ആയിരിക്കണം. നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശുക്രിസ്തു നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. നാം അവൻ്റെ കാൽച്ചുവട് പിൻപറ്റുവാൻ
ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്നാനപ്പെട്ട ശേഷം ലോകത്താലുള്ള കളങ്കം പറ്റാതെ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെടണം. ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്നാനപ്പെട്ട ഒരുവനെ ലോകത്തിലാക്കി വച്ചിരിക്കുന്നു. അവനൊരു വിശുദ്ധ ജീവിതം നയിക്കണം. ലോകത്തിൽ നിന്ന് വേർപാട് പാലിക്കണം. പഴയ സ്നേഹിതന്മാരിൽ നിന്ന് അവൻ വേർപാട് പാലിക്കണം. പുതിയ സ്നേഹിതന്മാർ, പുതിയ സഹോദരന്മാർ, പുതിയ ചർച്ച് എല്ലാം അവന് വളരെ അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് പ്രയോജനീഭവിക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ 17:15 കർത്താവിൻ്റെ പ്രാർത്ഥന അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഉടൻ സ്നാനപ്പെടുത്തിയതായി തിരുവെഴുത്ത് പറയുന്നു. അനന്യാസ് തർസോസുകാരനായ ശൗലിനെ സ്നാനപ്പെടുത്തി. കാരാഗ്രഹ പ്രമാണി ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ സ്നാനമേറ്റു. ലുദിയ പൗലോസിൻ്റെ പ്രസംഗം കേട്ടു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും അപ്പോൾ തന്നെ സ്നാനമേറ്റു. ഫിലിപ്പോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ഷണ്ണൻ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. അവനെ സ്നാനം കഴിപ്പിച്ചു. പ്രവൃത്തി 8:35-38 വരെ നമ്മളത് വായിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന ഓരോ വിശ്വാസിയും അനുസരിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് രക്ഷയിലേക്ക് കടന്നു വന്ന ഓരോ ദൈവമകനും എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. കർത്താവ് പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അതനുഷ്ഠിക്കുവാൻ ഏതൊരു മനുഷ്യനും കഴിയും. അതുപോലെ തന്നെ സ്നാനപ്പെട്ട ഒരുവൻ ദൈവവചനം പഠിച്ച് വളരേണ്ടത് ആവശ്യമാണ്. അവൻ നിരന്തരമായി പ്രാർത്ഥനയിൽ ദൈവവുമായി ബന്ധപ്പെടണം. സഭായോഗങ്ങളെ അവൻ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവജനത്തോടുകൂടി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് വീണ്ടും ജനിച്ച അഥവാ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ സ്നാനപ്പെട്ട ഓരോരുത്തരുടെയും വലിയ കർത്തവ്യമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കുകയും വേണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഇതുവരെയും സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനെ ജലത്തിൽ സ്നാനത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ കേരളക്കരയിൽ അനേകർ ഈ സത്യം അനുഷ്ഠിക്കുവാൻ ദൈവം അവർക്ക് ഇടയാക്കി. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനപ്പെടണം എന്നുള്ളത്. മാനുഷഭയം ഒരു കെണിയാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ സ്നാനം ശരിയാണെന്ന് അറിയാമെങ്കിലും മുൻപോട്ട് വരുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനും കഴിയാതിരിക്കുന്നത് അവർക്ക് മാനുഷഭയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാൻ എഴുതിയൊരു പാട്ടിൻ്റെ ചില അടികൾ നിങ്ങളെ കേൾപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. Ah
പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ വന്ദിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ അടിയങ്ങൾക്ക് നൽകിയ പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അയോഗ്യരായിരുന്നു. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരെ, ദൈവത്തോട് ശത്രുത്വം ഉള്ളവരെ, ദൈവവുമായി കൂട്ടായ്മയില്ലാത്തവർ ആയ ഞങ്ങളെ ദൈവം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗം മുഖാന്തരം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ദൈവത്തിന് പ്രസാദമായി ഇന്ന് വിശുദ്ധന്മാരുടെ പന്തിയിലിരിക്കുവാൻ, ദൈവമക്കളെന്നുള്ള വലിയ ശ്രേഷ്ഠമായ നാമം ലഭിക്കുവാൻ ഞങ്ങൾക്കിടയായതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് മായ്ച്ചു കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞ കർത്താവേ, ആ നിലയിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കായും തിരുനാമത്തിന് സ്തോത്രം. എന്നാൽ അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നിങ്ങളെങ്ങനെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പന പ്രമാണിക്കുവാൻ, അത് അനുസരിക്കുവാൻ കാലാകാലങ്ങളായി ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ആരെങ്കിലും ഈ ദൈവവചനം കേട്ട് ഇതുവരെയും സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ദൈവമേ, അവർക്കതിനുള്ള എല്ലാ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും നൽകി കർത്താവെ, നീ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. നൽകിയ വചനത്തിനായി സ്തോത്രം. കേൾവിക്കാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പിതാവേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.